ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പൊന്നൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നേരം പരപരാന്ന് വെളുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് 9 മണി ആവാറായിട്ടുണ്ട്. കുഞ്ഞിൻ്റെ അണഞ്ചിലേക്കാകുമ്പോൾ രാവിലെ കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരമായല്ലോ കേട്ടോ ഉറക്കം എണീറ്റിട്ട്. പൊന്നൂസ് ഉറക്കം എണീറ്റിട്ടില്ല. സമയം 8:45. അടുക്കളയിൽ പോയപ്പോഴത്തേക്കും അമ്മ നല്ല ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ ദോശയിൽ നല്ല ഉലുവപ്പൊടിയൊക്കെ ഇട്ടാണ് കേട്ടോ ചുരുണത്. എല്ലാവരും അങ്ങനെ ഇരിക്കും. അതിന് നല്ല ദോശയ്ക്ക് നല്ല ചുമചുമാന്നിരിക്കും ദോശ. പിന്നെ കറിക്ക് വേണ്ടിയിട്ട് തക്കാളിയും സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അടുത്ത് ചോറും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ ഇറങ്ങി നിൽപ്പുണ്ട്. ഞാൻ ഡ്രസ്സ് മാറിയിട്ടേ ഉള്ളൂ. മുഖത്തും തലയൊന്നും കെട്ടിയിട്ടില്ല. നാളെ വിഷു ആണ്. അപ്പം നാളെ വിഷുവിന് വേണ്ടിയിട്ട് പൊന്നൂസിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ ചേച്ചിമാരെ മക്കളൊക്കെ ഉണ്ട്. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും നാളെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് രാവിലെ എല്ലാവരും കണിയൊക്കെ കണ്ടിട്ട് ക്ഷേത്രത്തിൽ പോകാനായിട്ടുള്ള ഒരു അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പൊന്നൂസിന് പുതിയ ഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ട് പൊന്നൂസിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ വിലാസത്തിൽ പോകാൻ ഇരിച്ചു. അങ്ങനെ കാപ്പി അമ്മ ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ദോശയും ചമ്മന്തിയാണ്. ചമ്മന്തി എന്ന് വെച്ചാൽ മുളകും തക്കാളിയും കൂടെ ഇട്ട് അരച്ചാണ്. സവാളയും തക്കാളിയും കൂടെ ഇട്ട് അരച്ചിട്ട് ചമ്മന്തിയാണ് കേട്ടോ. അടുത്ത കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും പൊന്നൂസും കൂടെ പോകാമെന്ന് വിചാരിച്ചു. രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് എനിക്ക് എന്നൊരു ടെസ്റ്റ് എന്തോ ഉണ്ട് തലേ ദിവസം. വൈകുന്നേരം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് രാമചന്ദ്രയിൽ പോയി അവൾക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരു ഷോപ്പിംഗ് ഡേ ആയിട്ട് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ നാളെ കണിയിൽ തയ്യാറെടുപ്പിലൊക്കെ ആയിരിക്കുമല്ലേ. ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. കണിക്കൊന്നയൊക്കെ ഉണ്ട്. ഇപ്പോൾ കണിക്കൊന്നയൊന്നും ഇപ്പം കാണാനൊന്നുമില്ല. എല്ലായിടത്തും കണി സമയമാകുമ്പോഴത്തേനും കണിക്കൊന്നയൊന്നുമില്ല വിഷു സമയമാകുമ്പോൾ. അങ്ങനെ ഞാൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് ഇപ്പോൾ പൊന്നൂസിന് കാപ്പി കൊടുത്തിട്ടുണ്ട്. ദോശയും പിന്നെ മുളകും ഒക്കെ കൂടെ ഇട്ട് അരച്ച് ചമ്മന്തിയാണ്. അപ്പോൾ പൊന്നൂസ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഫോൺ നോക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ പറയുന്നുണ്ട് അതിൽ ആക്ഷൻ കാണിച്ചിട്ട്. ഓക്കെ. അങ്ങനെ പിന്നെ നിങ്ങളുടെ വിഷു ഒരുക്കങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അവിടെ കുറച്ച് ദിവസമായില്ല. അപ്പം എന്തായാലും ഇന്ന് വിഷു, പിന്നെ നാളെ വിഷുവിൻ്റെ ഒരു വ്ളോഗും കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഞാനും പൊന്നൂസും കൂടെ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ണംകുടി റെയിൽവേ സ്റ്റേഷൻ. ഇപ്പം അടുപ്പിച്ച് ഒരു ദിവസം ഒരു 200 പ്രാവശ്യമെങ്കിലും ഈ ഗേറ്റ് അടയ്ക്കുമേ. നമുക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്. എപ്പോഴും അടയ്ക്കും. ഇതിപ്പോൾ ഞാൻ നേരത്തെങ്കിലും പോയിട്ട് അവിടെ ഒന്നും നടന്നില്ല. 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് വന്നാൽ പോലും ഇത് പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്കും വീണ്ടും അടച്ചിട്ടിരിക്കും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാം ഗേറ്റ് അടയ്ക്കുന്ന സൗണ്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചാണ് നമ്മൾ വരുന്നത്. അങ്ങനെ വിലാസത്തിൽ എത്തിയിട്ടുണ്ട്. കുട്ടിയുടെ സെക്ഷനിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പം അവിടെയാണ് നമ്മൾ ഏതാണ്ട് ഡ്രസ്സൊക്കെ അവിടെ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ എല്ലാവരും ഡ്രസ്സ് നമ്മൾ അവിടെ നിന്നാണ് എടുക്കുന്നത്. അങ്ങനെ അവിടെ എത്തി. കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് സെക്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പൊന്നാണെങ്കിൽ അവിടെയുള്ള ഓരോ സാധനങ്ങൾ എടുത്തെടുത്ത് വെക്കുകയാണ്. ലിപ്സ്റ്റിക്ക്, കരി അതൊക്കെ എടുത്ത് പോയി. ഞാൻ പറഞ്ഞു ഇതൊന്നും വാങ്ങേണ്ട, എനിക്ക് ഒരു പൈസയില്ല. നീ ഈ ഡ്രസ്സ് മാത്രം എടുത്തിട്ട് എൻ്റെ കൂടെ വന്ന ഡ്രസ്സ് മാത്രം എടുക്കാനുള്ള പൈസയേ ഉള്ളൂ. എനിക്ക് വേറെ ഒരു സാധനം വാങ്ങേണ്ട പൈസ ഇല്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ അവൾ നിർബന്ധിച്ചിട്ടാണ് എടുക്കുന്നത്. ഏറ്റവും പുതിയ ഡ്രസ്സില്ല, അതാണ് കാര്യം. അല്ലാതെ ഡ്രസ്സൊക്കെ ഉണ്ട് അവൾക്ക്. ഏറ്റവും പുതിയ ഡ്രസ്സില്ല. വിഷുവിന് നല്ല പട്ടുപാവാടയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാൻ എടുക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ വേറെ എന്ത് സാധനം എടുത്ത് പൊക്കിയാലും ഞാൻ വാങ്ങിച്ച് തരത്തില്ല. നീ വാങ്ങി വന്ന സാധനം മാത്രം വാങ്ങിച്ചിട്ട് പോരാൻ പറഞ്ഞു കേട്ടോ. പിന്നെ വീട്ടിലിടാൻ വേണ്ടി എൻ്റെ ഡ്രസ്സ് നോക്കി. അവൾക്കാണെങ്കിൽ ഏതോ ഒരു വ്ളോഗിൽ കുട്ടി ഇങ്ങനെ ഇടുന്നത് കണ്ടു എന്ന് പറഞ്ഞു. മറ്റേ ടിയ എന്ന് പറഞ്ഞ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി ഇടുന്നത് കണ്ടിട്ടുള്ളൂ. അതുപോലത്തെ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് നോക്കിയതാണ്. പക്ഷേ അതുപോലത്തെ ഡ്രസ്സ് ഇവിടെ ഇല്ല. അതുകൊണ്ട് പിന്നെ അതിനെ അവിടെ വെച്ചിട്ട് തിരിച്ച് പോകാൻ നേരം ഞാൻ വിചാരിച്ചു കുഞ്ഞിനും കൂടെ ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അനിയത്തിയുടെ ഭാവിക്കും കൂടെ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൊച്ചു കുട്ടിയുടെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ പെൺകുട്ടികൾ ഏറ്റവും കൂടുതലായതുകൊണ്ട് ആൺകുട്ടിയുടെ ഒരു ഡ്രസ്സിങ്ങിൻ്റെ സെൻസൊക്കെ എനിക്ക് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെടുക്കണം അവിടെ പോയപ്പോൾ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഏതെടുക്കണം എന്നുള്ള ഒരിതിലാണ്. അങ്ങനെ എനിക്ക് 2 ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു കേട്ടോ. മഞ്ഞയും ഇഷ്ടപ്പെട്ടു, ഇതും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതിലേതെങ്കിലും ഒന്നെടുക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വിഷുവിന് മഞ്ഞയില്ല ഇടുന്നത്, എന്തായാലും മഞ്ഞ എടുക്കാം എന്ന് വിചാരിച്ചു. മഞ്ഞയും അതിന് നീല ഒരു പാൻറ്റാണ് കേട്ടോ, അത് 2 എടുത്തു. പിന്നെ മഞ്ഞക്കൊടി ഉണ്ടല്ലോ, അതും ഒരു ചെറിയ മുണ്ടും, ഇത്രയാണ് എടുത്തത്. അപ്പോൾ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഡ്രസ്സ് എടുത്തിട്ട് സന്തോഷത്തിൽ ഞാൻ പൊന്നൂസും കൂടെ വീട്ടിൽ പോയിട്ട് എനിക്കൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ടെസ്റ്റൊക്കെ കഴിഞ്ഞു.
വേറൊരു സ്കൂളിൽ വെച്ചിട്ടായിരുന്നു, നെയ്യാറ്റിൻകര സ്കൂളിൽ വെച്ചിട്ടായിരുന്നു എനിക്ക് എക്സാം. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനും അഞ്ജനയും കൂടെ ബസ്സിലാണ് ട്രിവാൻഡ്രത്ത് പോകുന്നത്, രാമചന്ദ്രനിൽ. അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ തമിഴ്നാട് ബസ്സുണ്ടല്ലോ, അതിലാണ് പോകുന്നത്. അതിലാണെങ്കിൽ ഒരു 3 പേര് ഇരിക്കേണ്ട സീറ്റിൽ 1-2 ആണുങ്ങളിരിക്കും. അപ്പോൾ അവരങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് 2 പേർക്കും അങ്ങനെ തികച്ചിരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഏറ്റവും ബാക്കിൽ ഫുൾ സീറ്റ് ഇങ്ങനെ ഒഴിഞ്ഞിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനും അവളും കൂടെ പോയി ഇരുന്നിട്ട് കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേ. നമ്മളിങ്ങനെ ചിരിച്ച് തിമിർത്ത് വരുന്നത് എക്സാമിൻ്റെ കാര്യം പറഞ്ഞാണ് കേട്ടോ ചിരിച്ച് തിമിർത്ത് വരുന്നത്. പഠിച്ച കുട്ടികൾക്ക് എളുപ്പമുണ്ടായിരിക്കും, പഠിക്കാതെ ഞാനെന്ന കുരങ്ങ് പോയതുകൊണ്ട് എനിക്ക് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾ എന്നെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ എന്തിനു പോയത് എന്നുള്ളതൊക്കെ കേട്ടിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വഴിമുക്കൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഫോണിൽ സാധാ ക്ലാരിറ്റി ഇട്ട് നീ എടുക്കരുത്, ഫിൽറ്റർ ഇട്ട് എടുക്കുമ്പോൾ കണ്ടോ നല്ല ഭംഗിയെന്ന് ഇങ്ങനെ പറയുകയാണേ അവൾ. അങ്ങനെ പിന്നെ ഫോണിൻ്റെ ഓരോ ഫിൽറ്ററിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ. അത് കഴിഞ്ഞിട്ട് തിരക്ക് വളരെ കുറവായിരുന്നു ബസ്സിന്. അങ്ങനെ ഇതാ നമ്മൾ രാമചന്ദ്രനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരുന്നപ്പോഴേ അവൾ പറഞ്ഞു, നീ കുറച്ച് കൂടുതൽ ഇങ്ങനെ തടി വെച്ച് വരികയാണ്, നീ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തേ പറ്റുള്ളൂ, ജിമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് കുറച്ചൊക്കെ ശരീരം കുറച്ചൊന്ന് ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതങ്ങനെ അതിൻ്റെ ഒരു പ്ലാനിങ്ങിലാണ് നമ്മളിങ്ങനെ സംസാരിച്ച് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ രാമചന്ദ്രനിലെത്തി. അപ്പോൾ അവൾക്ക് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയപ്പോഴത്തേക്കും നമ്മൾ ജിമ്മിൽ പോകുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഞാനങ്ങ് ഫിക്സാക്കി എന്തായാലും ജിമ്മിൽ പോവാം. അപ്പോൾ അവളും പറഞ്ഞു, രഹനയും പറഞ്ഞു എന്തായാലും ജിമ്മിൽ പോകണം. പിന്നെ എനിക്ക് ജിമ്മിൽ പോയിട്ട് ശാരീരികമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ആരോഗ്യം എനിക്ക് വളരെ കുറവാണ്, ആരോഗ്യപരമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ എൻ്റെ ശരീരത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജിമ്മിൽ പോയാലും എനിക്കത് എത്രത്തോളം പോസിബിൾ ആവും എന്നുള്ളത് എനിക്കറിയത്തില്ല. അതുകൊണ്ട് പിന്നെ എന്തായാലും പോയി നോക്കാം എന്നുള്ള രീതിയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ പോയപ്പോഴത്തേനും താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ജിമ്മിൽ പോകേണ്ട ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അവൾ. അപ്പോൾ നിനക്കൊരു ഡ്രസ്സ് എനിക്കൊരു ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ അവൾ ഓൾറെഡി ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പം എന്തായാലും എനിക്ക് എടുത്തു തരാണ് കേട്ടോ അവൾ. അപ്പോൾ ഒരു ടീഷർട്ടിന് 149 രൂപയാണ്. അപ്പോൾ എനിക്ക് XXL വേണമല്ലോ. അപ്പോൾ അതിനെ തപ്പി അവൾ ഒരെണ്ണം എടുത്തു, എനിക്ക് ഒരെണ്ണം എടുത്തു തന്നു. അത് കഴിഞ്ഞിട്ട് അതിനൊരു പാൻസ് വേണമല്ലോ, അതും തപ്പി പാൻസിൻ്റെ സെക്ഷനിലോട്ട് പോയേ. പാൻസിൻ്റെ സെക്ഷനാണെങ്കിൽ എനിക്ക് കുറേ നേരം നോക്കി, കുറേയൊക്കെ നമ്മൾ ട്രയൽ റൂമിൽ പോയിട്ട് നോക്കി, എനിക്കൊന്നും പാകമാവണില്ല ഗെയ്സ്. അതുകൊണ്ട് പിന്നെ നമ്മൾ അതൊക്കെ അവിടെ വെച്ചിട്ട് തിരിച്ചു വന്നില്ല, അതൊക്കെ അവിടെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബനിയൻ സെക്ഷനിലോട്ട് പിന്നെ കുറേ ടീഷർട്ടൊക്കെ നോക്കി. അവൾക്ക് കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അവൾ കുറച്ച് ചുരിദാറിൻ്റെ മെറ്റീരിയൽസൊക്കെ എടുക്കാനാണ് വന്നത്. ഇവിടെയാണെങ്കിൽ ഇങ്ങനെ മെറ്റീരിയൽസിന് കുറച്ച് റേറ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തുണി എടുക്കും. അവളുടെ മിക്കവാറും ഡ്രസ്സുകളും ഇങ്ങനെ ഈ തുണി എടുത്ത് അങ്ങനെ തയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡെയിലി യൂസിന് നമുക്ക് പറ്റുന്ന ഡ്രസ്സാണ് കേട്ടോ, ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളിങ്ങനെ നോക്കിയിരുന്നു. പക്ഷെ അവൾ ഈ നോക്കുന്നത് എനിക്കാണെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. എൻ്റെ ദേഹത്ത് ഇങ്ങനെ വച്ചൊക്കെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നിനക്ക് 2-3 എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ നോക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാനും കൂടെ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ നോക്കുകയാണ്. പക്ഷെ അവൾ നിനക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള രീതിയിൽ നീ എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവൾ എനിക്കാണ് അത് വാങ്ങിച്ചത്. അങ്ങനെ എനിക്കൊരു 4 ഡ്രസ്സ് അവൾ എടുത്തു തന്നു കേട്ടോ, 4 മെറ്റീരിയൽ എടുത്തു തന്നു. ഇവിടെ ഏതാണ്ടൊക്കെ വില കുറവാണ്. മീറ്ററിന് 80 രൂപ, 110 രൂപ. ഈ 140 മേളിലോട്ടില്ല കേട്ടോ. ഒരു 50 തൊട്ട് 150 മേളിലോട്ട് ഡ്രസ്സ് അങ്ങനെ ഇല്ല. അങ്ങനെ അത്രയും വില കുറവാണ് ഇവിടെ മെറ്റീരിയൽസിന്. അപ്പോൾ അങ്ങനെ തുണിയുടെ ക്വാളിറ്റി അനുസരിച്ചാണ് വില ഇടുന്നത്. അപ്പോൾ ഈ ഒരു തുണി എടുത്തിട്ടുണ്ട്. അതിന് എനിക്ക് ഏതാണ്ട് ഒരു 2.5 മീറ്റർ വേണം. അപ്പോൾ അങ്ങനെ അതിനെ കട്ടി. തുണിയുടെ റേറ്റ് എന്ന് പറയുന്നത് മീറ്ററിന് 80 രൂപയാണ് കേട്ടോ. അപ്പോൾ അത് വലിയ റേറ്റാണെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെ പിന്നെ അവളെനിക്ക് അതും വാങ്ങി തന്നു. പിന്നെ ഇതിനാകുമ്പോൾ ലൈനിങ് എടുക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ ലൈനിങ്ങും കൂടെ എടുത്തിട്ടാണ് തിരിച്ച് വന്നത്. അത് കഴിഞ്ഞിട്ട് അതെടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവൾ കയ്യിൽ വെച്ചിരിക്കുന്നില്ല, അതിൻ്റെ വേറൊരു സെക്ഷനും നമ്മൾ നോക്കി. അത് വെറും 80 രൂപയുള്ളൂ മീറ്ററിന്. ഒരു ബ്ലാക്ക്, അതിലൊരു ബ്ലാക്കും അതിലൊരു ഗ്രീനും എടുത്തു. അങ്ങനെ
അത് രണ്ടും എടുത്തു കേട്ടോ. അങ്ങനെ ഒരുപാട് നല്ല സെലക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവൾക്ക് ലിപ്സ്റ്റിക്ക് പിന്നെ എന്താണ് സ്പ്രേ അങ്ങനെ കുറേയൊക്കെ വാങ്ങിച്ചു. ബോഡി ലോഷൻ അങ്ങനെ കുറച്ച് സാധനങ്ങൾ അവൾ വാങ്ങിച്ചു. അവൾ ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞ് വന്നിട്ട് എനിക്ക് 4 മെറ്റീരിയൽസും അവൾ വെറും 2 എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയല്ലേ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ എടുത്തിട്ട് വെച്ചില്ലേ, അതും എടുത്തു. അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന പച്ച എടുത്തു. ഓക്കെ. അപ്പോൾ അത് 2 മീറ്ററിന് 80 രൂപയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഏതാണ്ട് മിക്ക തുണികളും നമ്മളെടുക്കുന്നത് വിരാസത്തിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു ഇവിടെയാണെങ്കിൽ മീറ്ററിന് നല്ല ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട്, മീറ്ററിന് വില കുറവാണ് ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ബില്ലൊക്കെ അടിച്ചു. അതൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലോട്ട് പോയി. ഫുഡ് കോർട്ടിൽ ഞാൻ രാവിലെ ഇറങ്ങിയിട്ട് പിന്നെ നേരെ എക്സാമിന് പോയിട്ട് തിരിച്ച് ഫുഡൊന്നും കഴിക്കാതെയാണ് തിരിച്ച് രാമചന്ദ്രനിലോട്ട് വന്നത്. അതുകൊണ്ട് പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ കോഫി മാത്രമേ കഴിക്കുള്ളായിരുന്നു. അപ്പോൾ അവൾ പിന്നെ ചിക്കൻ പിസ്സയും ചിക്കൻ ഫ്രൈഡ് റൈസും പറഞ്ഞു. അപ്പോൾ ആദ്യം ഒരു ടേബിളാണ് വന്നത്. അവിടെ ആണെങ്കിലുണ്ടല്ലോ ഭയങ്കര വൃത്തിയില്ലാതെ ഇട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർ ക്ലീൻ ചെയ്ത സ്ഥലത്തോട്ട് പിന്നെ നമ്മൾ മാറിയിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെ മൊത്തവും ഇതായിട്ട് കിടന്നു. അങ്ങനെ പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത സെക്ഷനിലോട്ട് നമ്മൾ മാറി കേട്ടോ. അങ്ങനെ ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ പിസ്സ കൊള്ളായിരുന്നു കേട്ടോ. ചിക്കൻ ഫ്രൈഡ് റൈസ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സുമാറായില്ല. പിന്നെ എനിക്ക് വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിശപ്പിന് കുറച്ച് കഴിച്ചിട്ട് പിന്നെ എനിക്ക് കഴിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് വിശന്നിരുന്നത് കൊണ്ട് അവൾ എനിക്കായിട്ട് വാങ്ങിച്ച് തന്നതല്ലേ, അപ്പോൾ അതിനെ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഞാനത് 3/4 ഭാഗത്തോളം ഞാൻ തീർത്തു. പക്ഷെ പകുതി കഴിച്ചപ്പോൾ തന്നെ കഴിപ്പിച്ചപ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ ആയി. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ എന്നാലും ഫുഡ് എനിക്ക് വേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് അവൾ വാങ്ങിച്ച് തന്നതുകൊണ്ട് പിന്നെ ഞാനും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.